പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. രേവതി പ്രവീൺ എഴുതിയ ഈ ദിനമൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന ചെറുകഥ. ചുറ്റും ഇരുട്ടുപാകിയ അസ്തമയ സൂര്യൻ, ആർത്തിരമ്പുന്ന തിരമാലകൾ പൂർണ്ണമായും വിഴുങ്ങുന്നതിനു മുമ്പേ ഞാനും ദാസും പൂർണ്ണമാക്കാത്ത കുറേ വാക്കുകൾ മൗനത്തിനു വിട്ടുകൊണ്ട് യാത്ര പറഞ്ഞു. വെറും 5 മാസത്തെ പ്രണയം, തുടർന്ന് പ്രണയം നടിച്ചിരുന്ന 3 വർഷത്തെ ദാമ്പത്യം, അതാണ് ഇവിടെ അവസാനിച്ചത്. ഇതിനിടയിൽ ആർക്കാണ് പിഴച്ചത്? പ്രായം കൂടുന്തോറും വിവാഹം അന്യമാകുന്നൊരു വേളയിലാണ് ദാസുമായി ഞാൻ പ്രണയത്തിലാവുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാവുന്നത് എന്ന് പറയുന്നതാവും ശരി. അല്ലെങ്കിൽ എന്നേക്കാളും 10 വയസ്സോളം കൂടുതലുള്ള ഒരാളുമായി ഞാനിത്ര വേഗം അടുക്കുമോ? വെറും സൗഹൃദമായിരുന്നു അത്. കൂടെ ജോലി ചെയ്തിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഞാൻ ജോലിക്ക് പ്രവേശിച്ചതിന്റെ 3-ാം നാൾ വൈകുന്നേരം എന്നെ മാത്രമായി ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. പിന്നീടാണ് ബന്ധം വളർന്നത്. ചായ സൽക്കാരം ചെന്നെത്തിയത് സിറ്റിയിലെ ഏറ്റവും മികച്ച ഹോട്ടലിലെ ഒരു രാത്രിയിലേക്കായിരുന്നു. അവസാനിച്ചു അവിടെയല്ല? ഇല്ല, പിന്നീടായിരുന്നു വിവാഹം. എന്റെ വീട്ടുകാരോ ദാസിന്റെ വീട്ടുകാരോ എതിർപ്പ് പറഞ്ഞില്ല. സഹപ്രവർത്തകരാരും തന്നെ വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയില്ല. പ്രായം 35 കഴിഞ്ഞ, പ്രത്യേകിച്ച് യാതൊരു ഭംഗിയും തോന്നാത്ത, മെലിഞ്ഞു കറുത്ത ഹീര നായർ എന്ന പേരുള്ള എന്നെ, തടിച്ചു വെളുത്ത മുഖത്ത് ചുവന്ന മുഖക്കുരുവുള്ള, പ്രായം 45 കടന്നെങ്കിലും കാഴ്ചയിൽ യാതൊരു കുറവുകളും തോന്നാത്ത രമൺദാസ് നായർ എന്ന ദാസ് നൂലിൽ കോർത്തൊരു താലി കെട്ടുകയായിരുന്നു. പിന്നെ സഹപ്രവർത്തകർക്ക് ഒരു നേരത്തെ സദ്യയും നൽകി രജിസ്റ്റർ വിവാഹവും ചെയ്തു. ഇതിലെന്താണ് പുതുമ? വിവാഹം ഏതൊരു മനുഷ്യനും പറഞ്ഞിട്ടുള്ളതല്ലേ? വിവാഹത്തിന് മുമ്പ് അയാളുമായി ശരീരം പങ്കിട്ടു എന്നതിനാണോ ഇവിടെ പ്രാധാന്യമുള്ളത്? അത് ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ അറിഞ്ഞുള്ളൂ. ശരിയാണ്, ഞങ്ങൾ 2 പേർ, ഞാനെന്നും നീയെന്നും പറഞ്ഞവർ. വെറും 5 മാസത്തെ അടുപ്പം കൊണ്ട് നമ്മൾ എന്ന വാക്കുണ്ടാക്കാൻ ശ്രമിച്ചവർ. ഇതെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് 3 വർഷങ്ങൾ വേണ്ടി വന്നു. വിവാഹശേഷമാണ് എന്നിൽ മാത്രം ഒതുങ്ങിയ ചിലതിനെ ദാസ് പറിച്ചെറിയാൻ ശ്രമിച്ചത്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ച വഴികളിൽ എനിക്കൊപ്പം ദാസും കൂട്ടിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റു. പാതി വെളുത്ത പകലിൽ പാടത്തുകൂടി നടക്കാൻ ദാസ് എനിക്ക് വഴികാട്ടിയായി കൂടെ വന്നു. രാത്രി ഏറെ വൈകിയും ഉറക്കം വരാതെ പ്രണയ നോവലുകൾ വായിച്ചിരുന്ന എനിക്കരികിലേക്ക് ദാസ് പ്രണയം വരച്ചു കാട്ടിത്തന്നു. എനിക്കെന്റെ സ്വകാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ട 3 വർഷങ്ങൾ. നാട്ടിൻ പുറത്തുകാരി പെണ്ണിന്റെ ബാല്യത്തിൽ നിന്നും ചോര തുളുമ്പിയ കൗമാരവും പലതും മോഹിച്ച യൗവനവുമെല്ലാം എന്നിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടതുപോലെ തോന്നി. ഞാൻ എന്ന വാക്കിൽ നിന്നും നമ്മൾ എന്ന വാക്കിലേക്കുള്ള എന്റെ പ്രവേശനം പോലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ കുറേ ദിനങ്ങൾ. മകൾ എന്ന പദവിയിൽ നിന്നും ഭാര്യ എന്ന പദവിയിലേക്ക്, അവിടെ നിന്നും അമ്മയിലേക്കുള്ള മാറ്റമായിരുന്നു ദാസിന് വേണ്ടിയിരുന്നത്. തെറ്റുപറ്റിയത് എനിക്കാണ്. എനിക്കത് നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രായത്തിന്റെ മൂപ്പിൽ ചിന്നിച്ചിതറിയതായിരുന്നില്ല അത്, മറിച്ച് അതിനെ ഞാൻ എന്നേക്കുമായി പറിച്ചെറിയുകയായിരുന്നു. പ്രണയം, ഒരിക്കൽ ഞാൻ പ്രണയിച്ചിരുന്നു. പക്ഷെ അത് അവസാനിച്ചു. അങ്ങനെ പറയാനേ ഇനി കഴിയൂ. പ്രണയം അന്ന് എന്നെ കൊണ്ടുപോയത് കിലുക്കമുള്ള ചങ്ങലക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരുന്നു. നാട്ടിൻപുറത്തെ വായാടി പെണ്ണ് പിഴച്ചുപോയിരിക്കുന്നു. എങ്ങുനിന്നോ വന്ന തറവാട്ടിലെ ആനക്കാരനിൽ നിന്നും പെണ്ണ് ഗർഭം ധരിച്ചിരിക്കുന്നു. തറവാട് മുഴുവനും അപമാനത്തിന്റെയും കുത്തുവാക്കുകളുടെയും അവസ്വരം മുഴങ്ങി. ദേവൻ, ഒരിക്കൽ എന്നിലെ എന്നെ പൂർണ്ണമായും അറിഞ്ഞ എന്റെ ദേവേട്ടൻ. പ്രണയം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. കടന്നുവരുന്ന വഴിയും തിരിച്ചിറങ്ങുന്ന വഴിയും നാം കണ്ടെന്നു വരില്ല. തികച്ചും അപരിചിതമായ വഴികളിലൂടെ ഒന്നിച്ചു നടന്നു നീങ്ങുന്നു. എവിടെയോ ഒരിക്കൽ അത് നഷ്ടമാവും. ചിലരിൽ അപ്പോഴേക്കും ഒന്നും ബാക്കി ഉണ്ടാവില്ല. നാം നമ്മുടേതു മാത്രമായി സൂക്ഷിക്കുന്ന ചാരിത്രം എന്ന സ്വത്വം പോലും. അതാണ് എനിക്കെന്റെ പ്രണയത്തിൽ സംഭവിച്ചത്. പൂർണ്ണമായും എന്നിലേക്ക് ഞാൻ ദേവേട്ടനെ അടുപ്പിച്ചു. വരും വരായികളെ കുറിച്ചൊക്കെ ഏറെ അറിയാമായിരുന്നിട്ടും ഒന്നിച്ചു ജീവിക്കണമെങ്കിൽ ഇതാണ് വഴിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പകർന്നു തന്ന മോഹത്തിന്റെ ഓരോ തലോടലിലും അലിഞ്ഞു ചേർന്ന എന്നിലെ പ്രണയം. പക്ഷേ തളർന്നു വീണു കഴിഞ്ഞിരുന്നു ഞാൻ. ആനക്കാരൻ എന്റെ മുന്നിൽ വെറുമൊരു അപരിചിതനായി. ഇതറിഞ്ഞ തറവാട്ടിലെ മുതിർന്ന കാരണവർ മുതൽ ഇളയവർ വരെ പെണ്ണിന്റെ മാനം കവർന്നു കളഞ്ഞവനെ പഴി പറഞ്ഞില്ല. പിഴച്ച കുഞ്ഞിനെ കളയല്ലേ എന്ന് പെൺകരച്ചിലിന് അവർ കാതോർത്തുമില്ല. ഒരു പ്രളയം തീർത്ത് പേമാരി പെയ്തു തോർന്ന പോലെ എല്ലാം അവസാനിച്ചു. പുറത്താരും അറിയാതെ പട്ടണത്തിലെ കൂറ്റൻ ആശുപത്രിയിൽ ഒരു പെണ്ണിന്റെ കരച്ചിലുയർന്നു. അതു പിന്നെ പൊട്ടിച്ചിരിയായി. കാലിൽ തുരുമ്പു പിടിച്ച ചങ്ങല. 16 വയസ്സിൽ നിന്ന് 20 വയസ്സുവരെ ഋണങ്ങൾ തീർത്തു. പൊള്ളുന്ന വേദനയിൽ അടിവയറ്റിൽ തുണി ചുറ്റി അടിയാത്തിയെ പോലെ പിന്നാമ്പുറ കോലായിൽ ചിരുണ്ടുകിടക്കേണ്ടി വരുന്ന ഭയം പോലും മനസ്സിലില്ലാതെയായി. പെണ്ണെന്ന പേരുറയ്ക്കാനുള്ള ഗർഭപാത്രവും നീക്കം ചെയ്തു. എല്ലാം മറന്നു ജീവിക്കാൻ സ്വയം പറിച്ചു നട്ടു. 35 കടന്നിട്ടും ഭ്രാന്തമായി പ്രണയം തോന്നിയ ആനക്കാരൻ മനസ്സിൽ ചിലപ്പോൾ പഴയ 16-കാരിയെ ഓർമ്മിപ്പിക്കും. അപ്പോഴൊക്കെ അടിവയറ്റിൽ ഇരുമ്പ് തുളയ്ക്കുന്ന വേദനയുണ്ടാകാറുണ്ട്.
നാട്ടിലേക്കുള്ള പോക്കുപോലും കുറച്ചു. നാടും തറവാടും മറന്നു. മുറ്റത്തെ പത്തായപ്പുരയിൽ നിന്നും ഇടയ്ക്ക് ഒരാനക്കാരന്റെ മണം വരുന്നത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചു. ഒരു തുലാവർഷ രാത്രിയിൽ പുതപ്പിനടിയിൽ ചൂട് പകർന്ന പ്രണയത്തെ കണ്ണുനീർ കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ആനക്കാരന്റെ കൂർത്ത പൊടിമീശ വിടർത്തിയ ചിരിമുഖം നിറഞ്ഞു നിന്ന രാവുകൾ പലപ്പോഴും നിദ്ര പോലും എന്നിലേക്ക് വരാതെയായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം മറ്റൊരാളിലേക്ക് പറിച്ചു നടുകയായിരുന്നു ഞാൻ. 16കാരന്റെ ചൂടേറ്റത് മറക്കാൻ ഇരട്ടിപ്രായമുള്ളവന്റെ ചൂടേറ്റു കിടന്ന 3 വർഷങ്ങൾ. സ്ഥാനക്കയറ്റം മോഹിച്ച അയാളെയും ഞാൻ വഞ്ചിച്ചു. ഒന്നും തുറന്നു പറയാതെ എന്നിലേക്ക് ഒതുങ്ങിക്കൂടി. ദാസിനതിൽ അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. എന്റെ വാക്കുകളിൽ പൂർണ്ണത വരും മുമ്പേ ദാസ് ഇത് പ്രതീക്ഷിച്ചതുപോലും. ഈ ഒറ്റപ്പെടൽ ഹീരയ്ക്ക് ചേർന്നതല്ല. ഒന്നിനും ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഹീര എനിക്കൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴുത്തിലെ താലിയോടുള്ള കടമ നിറവേറ്റാനായി കൂടെ വരണമെന്നില്ല. മറിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം ഹീര രാമൻദാസ് ഹീര നായരായി വീണ്ടും മാറുന്നതിന് മുമ്പ് ഒരിക്കൽ മാത്രം ഞാനത് ആഗ്രഹിക്കുന്നു. ഹീര ഒരു ദിവസം എനിക്കൊപ്പം വേണമെന്ന്. ഈ വാക്കുകളിൽ ഒന്ന് വ്യക്തമാണ്. പലർക്കും പ്രണയം ഒരു പുതപ്പിനടിയിൽ ഉടലിനോടെ മാത്രം തീർത്ത് പൊഴിഞ്ഞു പോകുന്ന ഒന്നാണ്. ഇല്ലദാസ്, എല്ലാം അവസാനിച്ചു. ഹീരയിലെ ശരീരഭംഗിയും അവസാനിച്ചു. ഇതിവിടെ പൂർണ്ണമാവട്ടെ. നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ ദാസ് എനിക്ക് ആരായിരിക്കും? എന്റെ കൂടെ ജോലി ചെയ്യുന്ന സീനിയർ ഓഫീസർ രാമൻദാസോ, അതോ എന്റേതു മാത്രമായ ജീവിതത്തിൽ ഇന്നലെ വരെ എന്റെ പാതിയായിരുന്ന ദാസോ? ഇനി എഴുതാനൊന്നു മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഒറ്റവരി കവിത. ഒരിക്കൽ മാത്രം എഴുതി തിരുത്താൻ കഴിയാത്ത ഒരു വരി കവിത. അതെന്റെ മരണമായിരിക്കട്ടെ.